സിറാജ് ലൈവ് കേരള യാത്ര പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. സ്വാഗതം. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സാഹിത്യ നഗരിയെ പുളകം കൊള്ളിച്ച് കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര. 4-ാം ദിനം ജന്മനാടിന്റെ സ്നേഹമായി പേറ്റുവാങ്ങിയ ഉസ്താദ്. കോഴിക്കോട്ട് പലയിടത്തും ആവേശോജ്വല വരവേൽപ്പ്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള അമേരിക്കയുടെ കയ്യേറ്റങ്ങളെ ലോകം കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്ന് കാന്തപുരം ഉസ്താദ്. ഇന്ത്യ ഇതിനെതിരായി ശബ്ദിക്കണമെന്നും ഉസ്താദ്. കോഴിക്കോടിന്റെ വികസനത്തിനായി നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കേരള മുസ്ലിം ജമാഅത്ത്. കിനാലൂരിൽ എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നയം കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും വേണ്ടി ശബ്ദിക്കാൻ കരുത്തു നൽകുന്നത് ഉസ്താദിനെ പോലുള്ളവർ ഉഴുതുമറിച്ചിട്ട കേരളീയ പാരമ്പര്യമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കാന്തപുരത്തിന്റെ കേരളയാത്ര വിസ്മയിപ്പിക്കുന്നുവെന്നും MP. കേരളയാത്ര 5-ാം നാൾ വയനാട്ടിലേക്ക്. സ്വീകരണ സമ്മേളനം കൽപ്പറ്റയിൽ. വാർത്തകളിലേക്ക് വിശദമായി എത്താം. അതിനു മുമ്പ് ഇന്ന് ബിജു ശങ്കർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് ബിജു. നമസ്കാരം. കഴിഞ്ഞ 4 ദിവസമായിട്ട് നമ്മളിങ്ങനെ യാത്രയോടൊപ്പം പോവുകയാണ് അല്ലേ? കാസർഗോഡ് നിന്ന് തുടങ്ങി ഇപ്പൊ ഉസ്താദിന്റെ തട്ടകമായിട്ടുള്ള കോഴിക്കോട്ട് എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ബിജു ഈ യാത്രയെ വിലയിരുത്തുന്നത്? ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ നേരത്തെ നിരവധി കേരള യാത്രകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തിയുള്ള നിരവധി കേരള യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു സംഘാടനം വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഘാടനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം സാധാരണ ഒരു കേരള യാത്രയൊക്കെ വരുമ്പോൾ ഓട്ടപ്രദക്ഷിണമാണ്. പലപ്പോഴും 3-4 സ്വീകരണ കേന്ദ്രങ്ങളുണ്ടാവും. അവിടെ തന്നെ വരുന്ന ജനങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ സമയമില്ല. അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു, അവർ പിരിഞ്ഞു പോകുന്നു എന്നതിനപ്പുറം അതിനൊരു എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. സാധാരണ ഓളം ഉണ്ടാക്കുക എന്ന് മാത്രമേ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കാറുള്ളൂ. പക്ഷേ ഇത് വളരെ സംഘാടനത്തിൽ വളരെ മികവ് പുലർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം വരുന്ന മുഴുവൻ ആൾക്കാരും അവസാനത്തെ പ്രസംഗം വരെ ശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അതിനിടയിൽ നേതാക്കന്മാരുടെ പ്രസംഗം വൈവിധ്യമാർന്ന പ്രസംഗങ്ങൾ, അതാണ് ഇതിന് വളരെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ യാത്രയിൽ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും കാസർഗോഡ് പ്രസംഗിച്ച ഒരു കാര്യവും കണ്ണൂർ പ്രസംഗിച്ചിട്ടില്ല. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇതാണ്, എവിടെ വെച്ചാണ് ഈ പ്രിപ്പറേഷൻ നടക്കുന്നത്? ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു, ഏറ്റവും പുതിയ കാര്യങ്ങൾ. ഇപ്പൊ വെനിസ്വേലയിലെ ഇന്ന് പത്രക്കാര് വെനിസ്വേലയിലെ സംഭവമൊക്കെ പത്രക്കാരോട് ഖലീൽ സാഖ് വളരെ വ്യക്തമായിട്ട് ഫാസ്റ്റ് ആയിട്ടാണ് അത്ഭുതപ്പെടുത്തിയ കാര്യം. റയീസ് റഷീദിനെതിരെ ഉണ്ടായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശമൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ അന്നത്തെ ലേറ്റസ്റ്റ് വാർത്തയാണ്. അതിന് പെട്ടെന്ന് പ്രതികരിക്കുക, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇത്രയും വളരെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അത് തന്നെ ഏറ്റവും ടെക്നോളജി ഉപയോഗിച്ച് പറയുക, അത്തരത്തിൽ വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ പ്രഭാഷണം എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ യാത്ര തിരുവനന്തപുരത്ത് ബിജു പലതിലും അത്ഭുതപ്പെടാൻ കിടക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും എനിക്കത് എങ്ങനെയാ നമ്മുടെ ഈ ഒരു സംഗതിയിലൊക്കെ ഒരു അച്ചടക്കൊക്കെ എങ്ങനെ ഫീൽ ചെയ്തത്? ഞാനിത് ബിജുവിനോട് പ്രത്യേകം ചോദിക്കാൻ കാരണം ബിജു ഒരുപാട് രാഷ്ട്രീയ പരിപാടികൾക്ക് വർഷങ്ങളായിട്ട് റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾക്കായാലും അതുപോലെയൊക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു സംഘാടനത്തെ കുറിച്ച് ബിജു പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഒരു അച്ചടക്കം ഇപ്പൊ ഇന്ന് PT റഹീം സംസാരിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. തീർച്ചയായും അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം എല്ലാ ജില്ലയിലും ഒരേ പാറ്റേണിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് വേദിക്ക് അടുത്ത് ഉസ്താദിന്റെ വാഹനം വരാനുള്ള ഒരു സംവിധാനം, ഉസ്താദിന് വിശ്രമിക്കാനുള്ള സംവിധാനം, ഈ കാര്യങ്ങളൊക്കെ വളരെ പ്ലാൻ. ആരാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്താണ്. അതുപോലെ തന്നെ ഈ ജാഥയിൽ വരുന്ന ആൾക്കാർ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, എവിടെയും ഒരു 140ഓളം ആളുകൾ ഈ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. അവർക്കൊക്കെയുള്ള താമസം കാര്യങ്ങളൊക്കെ ഓരോ ജില്ലയിലും അതിന്റെ ക്രമീകരണങ്ങൾ അത്രയും മനോഹരമായിട്ട് സംവിധാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ആൾക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. പരിപാടി കഴിയുന്നതോടുകൂടി ആ നിമിഷം അത്രയും ക്ലീനിങ് നടക്കുകയാണ്. അതൊക്കെ എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അത് അത്രയും വളണ്ടിയേഴ്സിന്റെ സമർപ്പണം, അതൊക്കെ തന്നെ ഇതിനു വേണ്ടി മുതൽക്കൂട്ടാക്കി മാറ്റുന്നുള്ളതാണ്. അപ്പോൾ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന പോലെ ഇത് ഈ സന്ദേശം മനുഷ്യരോടൊപ്പമുള്ള സന്ദേശം വലിയൊരു മുന്നേറ്റം, ഇത് തിരുവനന്തപുരത്ത് എത്തുന്നതോട് കൂടിയിട്ട് പുതിയൊരു ചരിത്രത്തിന് തുടക്കമാവും എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഇന്നത്തെ വാർത്തകൾ കൂടി കൊടുക്കാം. അപ്പോൾ വിശദമായിട്ട് വാർത്തകളിലേക്ക് പോവുകയാണ്. കേരളയാത്ര 4 ദിവസം പിന്നിട്ട് 5-ാം ദിവസമായ നാളെ വയനാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ 5 ദിവസത്തെ വാർത്തകളൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു. നിങ്ങളൊക്കെ അതിന് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ട് നോക്കാം. സാമൂതിരിയുടെ പടയോട്ടങ്ങളുടെ ചരിത്രവും ഖിലാഫത്ത് പോരാട്ടങ്ങളുടെ വീറും സാഹിത്യ നഗരമെന്ന ഗരിമയും പേറുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ
മനുഷ്യർക്കൊപ്പം സഞ്ചരിച്ച് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. കേരളയാത്രയുടെ 4ാം ദിനം രാവിലെ മുതൽ ജനസാഗരത്തിന് നടുവിലൂടെയായിരുന്നു കാന്തപുരത്തിന്റെ കേരളയാത്ര. രാവിലെ ഉസ്താദിന്റെ ജന്മനാടായ പൂനൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര കോഴിക്കോട്ട് എത്തുമ്പോഴേക്കും മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. ജന്മനാട് നൽകിയ ഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി മുന്നോട്ട് നീങ്ങിയ ഉസ്താദിനും സംഘങ്ങൾക്കും അഭിവാദ്യങ്ങളുമായി ജനസഹസ്രങ്ങൾ പല നഗരങ്ങളിലും തിങ്ങിക്കൂടി. കൊടുവള്ളി പോലുള്ള പ്രധാന നഗരങ്ങളിൽ റോഡിനിരുവശവും ഉസ്താദിനെ അഭിവാദ്യം ചെയ്യാൻ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള മനുഷ്യർ അണിനിരന്നു. പല രാഷ്ട്രീയ പാർട്ടികളും കൊടികളുയർത്തി കാന്തപുരം ഉസ്താദിനെ അഭിവാദ്യം ചെയ്തത് ഉസ്താദ് സകല മനുഷ്യരുടെയും ഹൃദയം കീഴടക്കിയതിന് തെളിവായി. ഉച്ചയ്ക്ക് കോഴിക്കോട്ട് നടന്ന സ്നേഹസംഗമത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, വാണിജ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. കേരളയാത്ര മുന്നോട്ട് വെച്ച മനുഷ്യർക്കൊപ്പമെന്ന വിഷയം കാലം ഏറ്റെടുക്കേണ്ടതാണെന്ന് ചർച്ചകളിൽ പങ്കെടുത്തവർ വിലയിരുത്തി. തുടർന്ന് നേതാക്കളുടെ വാർത്താസമ്മേളനവും നടന്നു. വൈകിട്ട് 4:30 സമസ്ത സെന്റർ പരിസരത്ത് നിന്ന് റാലിയായി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കേരളയാത്രാ സംഘം പ്രധാന സ്വീകരണ കേന്ദ്രമായ മുതലക്കുളത്തേക്ക് നീങ്ങി. കുനിയിൽക്കാവ് റോഡ് വഴി മാവൂർ റോഡിലേക്ക് പ്രവേശിച്ച യാത്ര ബാങ്ക് റോഡ് വഴി മുതലക്കുളം മൈതാനിയിലെത്തിയപ്പോൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരി ജനസാഗരമായി മാറിയിരുന്നു. ഉസ്താദിന്റെ വാഹനം വേദിക്കരികിൽ എത്തിയതോടെ അഭിവാദ്യമർപ്പിച്ച് പ്രവർത്തകർ മുദ്രാവാക്യവും തക്ബീർ ധ്വനികളും മുഴക്കി. സിന്ദാബാദ് സിന്ദാബാദ് കേരളയാത്ര സിന്ദാബാദ് 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 കേരളയാത്ര സിന്ദാബാദ് 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 കേരളയാത്ര സിന്ദാബാദ് 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 കേരളയാത്ര സിന്ദാബാദ്. കാമിലരാഗതമായി സുൽത്താനിതവരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ. കരവും നീട്ടി മനുഷ്യരെ ചേർക്കുന്നു. കരളുപകുത്തും കേരള മണ്ണിൽ സ്നേഹം വിതയ്ക്കുന്നു. കരവും നീട്ടി മനുഷ്യരെ ചേർക്കുന്നു. കരളുപകുത്തും കേരള മണ്ണിൽ സ്നേഹം വിതയ്ക്കുന്നു. കരുണകരങ്ങൾ ഉയർത്താനെന്നും ശപഥം ചെയ്യുന്നു. കരുണകരങ്ങൾ ഉയർത്താനെന്നും ശപഥം ചെയ്യുന്നു. കരുണകരങ്ങൾ ഉയർത്താനെന്നും ശപഥം ചെയ്യുന്നു. കരുണകരങ്ങൾ ഉയർത്താനെന്നും ശപഥം ചെയ്യുന്നു. കാന്തിക ശക്തിയിൽ കലുഷ നിലങ്ങൾ ഉടച്ചിതവാർക്കുന്നു. യാ മർറസമൽ ഇൻസാനിയ ഫി ഖുലൂബി ഹുനൂർ. യാ മർറഫഅ റായത്തസ് സലാമ ബൈന ഖുലൂബ്. യാ മർറസമൽ ഇൻസാനിയ ഫി ഖുലൂബി ഹുനൂർ. ഹൃദ്യമായ സ്വീകരണ ഗാനത്തിന്റെ അകമ്പടിയിൽ കാന്തപുരം ഉസ്താദും ഉപനായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും വേദിയിലേക്ക് പ്രവേശിച്ചത് മനോഹരമായ കാഴ്ചയായി മാറി. ന്യൂസ് ഡെസ്ക് സിറാജ് ലൈവ്. മനുഷ്യത്വമെന്ന മഹിത സന്ദേശവുമായി കേരളക്കരയിൽ ജൈത്രയാത്ര തുടരുന്ന ജനനായകന് ജന്മനാടിന്റെ സ്നേഹവായ്പ്. കോഴിക്കോട് ജില്ലയിലെ 2ാം ദിവസത്തെ പര്യടനത്തിനിടയിലാണ് ജന്മനാടായ പൂനൂരിൽ കാന്തപുരം ഉസ്താദിന് പ്രത്യേക സ്വീകരണം നൽകിയത്. അവേലത്ത് സാദാത്യങ്ങളുടെയും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന, ജില്ലാ, പ്രാദേശിക നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന സ്വീകരണം ഒരു ജനനേതാവിന് സ്വന്തം നാട് നൽകുന്ന ആദരമായി മാറി. കാന്തപുരം ഉസ്താദ് വരുന്നതറിഞ്ഞ് രാവിലെ മുതൽ തന്നെ പൂനൂരിലെ ദേശീയപാതയുടെ ഇരുവശവും ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. പെരിങ്ങളം വയലിൽ നിന്ന് യാത്രാനായകരെ പൂനൂരിലെ നഗരിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ഉസ്താദ് പൂനൂറങ്ങാടിയിലെത്തിയതോടെ ജനസാഗരം ആവേശഭരിതമായി ഇളകിമറിഞ്ഞു. പൂനൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ലോകത്തോളം ഉയർന്ന മഹാമനീഷിയെ ജന്മനാട് അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റുകയായിരുന്നു. സച്ചിൻ ദേവ് MLAയും ചടങ്ങിൽ സന്നിഹിതനായി. ന്യൂസ് ബ്യൂറോ, സിറാജ് ലൈവ്. കാന്തപുരം ഉസ്താദിന്റെ കർമ്മഭൂമിയായ ജാമിയ മർക്കസിലും കേരളയാത്രക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയിരുന്നു. കാരന്തൂർ അങ്ങാടിയിൽ റോഡിനിരുവശവും നിലയുറപ്പിച്ച തൂവള്ള വസ്ത്രധാരികളായ ആയിരക്കണക്കിന് ശിഷ്യർക്കിടയിലൂടെയാണ് ഉസ്താദും സംഘവും സഞ്ചരിച്ചത്. ഇരുവശത്തുമുള്ള അരുമ ശിഷ്യരെയും പൊതുജനങ്ങളെയും കൈവീശി അഭിവാദ്യം ചെയ്ത് ഉസ്താദ് നീങ്ങിയത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി മാറി. മർക്കസിന്റെ കവാടത്തിൽ ഹ്രസ്വമെങ്കിലും പ്രൗഢമായ സ്വീകരണമാണ് ഉസ്താദിന് നൽകിയത്. കാന്തപുരം ഉസ്താദിന്റെ പേരമക്കളായ അമൽ ഹുസൈൻ, എയ്സം മുഹമ്മദ്, ഫതഹുല്ല എന്നിവർ ഉസ്താദിനെയും ഉപനായകരെയും പൂമാലയണിയിച്ച് സ്വീകരിച്ചു. PT റഹീം MLA ഉൾപ്പെടെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള അമേരിക്കയുടെ കയ്യേറ്റങ്ങളെ ലോകം കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ.
ഇനി ഇത് അനുവദിക്കരുതെന്നും ഇന്ത്യ ഇതിനെതിരായി ശബ്ദിക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെ ഉള്ള ഒരു അക്രമമായ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ അക്രമത്തെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യ തികച്ചും അതിനെതിരായി സംഘടിച്ച രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇതിനെതിരെ പോരാടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെനസ്വേലയ്ക്ക് നേരെയുള്ള ഏകപക്ഷീയാക്രമങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കാന്തപുരം ഉസ്താദ് വ്യക്തമാക്കി. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളെ ഏകപക്ഷീയമായി ആക്രമിക്കുന്ന പ്രവൃത്തി നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കും. ലോകം പതിയെ ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണോ എന്നും നാം ആശങ്കപ്പെടുകയാണെന്നും കാന്തപുരം പറഞ്ഞു. സാഹിത്യ നഗരിയായ കോഴിക്കോടിൻ്റെ പഴയകാല പ്രൗഢിയും പുതിയ കാലത്തെ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഒരു വലിയ സാംസ്കാരിക കേന്ദ്രം ഗവൺമെൻറ് മുൻകൈയിൽ ആരംഭിക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായി കോഴിക്കോടിനെ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്ര 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോടിന്റെ വികസനത്തിനായി നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് നേതാക്കൾ. യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന പദവി ലഭിച്ചിട്ടും നഗരത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോടിന്റെ പൈതൃകവും സഹവർത്തിത്വവും നിലനിർത്താൻ സാംസ്കാരിക ഗവേഷണ രംഗത്ത് ഉണർവ് ആവശ്യമാണെന്നും അവർ വ്യക്തമാക്കി. ലഹരി മാഫിയയുടെയും അരാജകത്വത്തിന്റെയും കേന്ദ്രമായി നഗരം മാറുന്നതിനെതിരെ കടുത്ത നിയമ നടപടികളും ബോധവൽക്കരണവും വേണം. താമരശ്ശേരി കുറ്റ്യാടി ചുരങ്ങളിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി വിലങ്ങാട് വഴിയുള്ള ചുരമില്ലാ പാത യാഥാർത്ഥ്യമാക്കണം. കിനാലൂരിൽ എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നയം കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും കൂടുതൽ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങണമെന്നും യാത്രയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ ആവശ്യപ്പെട്ടു. യാത്രാ ഉപനായകന്മാരായ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്നിവരും സമിതി കൺവീനർ സി മുഹമ്മദ് ഫൈസിയും സെക്രട്ടറി മജീദ് കക്കാടും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മനുഷ്യർ ഇരുകാലി മൃഗങ്ങളായി മാറുന്ന കാലത്ത് അരുതേ എന്ന് പറഞ്ഞ് 90 വയസ്സ് പിന്നിട്ട ഒരു പണ്ഡിതൻ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കേരള പര്യടനത്തിന് ഇറങ്ങിത്തിരിച്ചത് വിസ്മയകരമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കേരള യാത്രയ്ക്ക് കോഴിക്കോട്ട് മുതലക്കുളത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന്റെ ആമുഖമായി കാന്തപുരം ഉസ്താദ് വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നാക്രമണത്തെ ഇന്ത്യ അപലപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ലോകം ശ്രദ്ധിക്കുന്ന പ്രതികരണമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി ശബ്ദിക്കാൻ കരുത്തു നൽകുന്നത് ഉസ്താദിനെ പോലുള്ളവർ ഉഴുതുമറിച്ചിട്ട കേരളത്തിന്റെ പാരമ്പര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തെന്താണ് നടക്കുന്നത്? ഒരുപക്ഷെ മനുഷ്യൻ ഒരു ഇരുകാലി മൃഗമായി പരിണമിക്കുമ്പോൾ അരുത് മാനവികതയുടെ തലത്തിലേക്ക് മനുഷ്യനും എത്തണം എന്നുള്ള നിഷ്കർഷയോടെ 91-ാം വയസ്സിൽ വിസ്മയകരമായ ഒരു ഏട് സൃഷ്ടിച്ചുകൊണ്ട് ഉസ്താദ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പര്യടനത്തിലാണ്. ഉസ്താദിന്റെ മുതലക്കുളത്തെ ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രതിപാദനം ഞാൻ കാണുകയുണ്ടായി. ലോകത്ത് പോലീസ് ചമയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യ സർക്കാർ നിശബ്ദത പാലിച്ചപ്പോൾ അമേരിക്ക ചെയ്യുന്നത് തെമ്മാടിത്തമാണെന്നും അക്രമിയുടെ പക്ഷത്ത് നിൽക്കാൻ പാടില്ല എന്നും ജനാധിപത്യത്തിന്റെ ചുവടെയായിരിക്കണം ഇന്ത്യയുടെ നിലപാടെന്നും അദ്ദേഹം ഇവിടെ ഉദ്ഘോഷിച്ചപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സമുദായ നേതാവിന്റെ പ്രതികരണമായി അത് ഭവിച്ചു എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഉസ്താദ്
ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഹ്രസ്വമായ പ്രതികരണത്തിൽ അന്തർലീനമായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ നെഞ്ചിലൂടെ ബുൾഡോസറുകൾ കടന്നു പോകുമ്പോൾ അതിനെതിരെ കമാതൊരു വാക്കുദ്ധരിക്കാതെ ദൈവങ്ങൾക്ക് പ്രാണൻ കൊടുക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യമല്ല എന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിക്കുന്ന രാമൻ എന്നത് യഥാർത്ഥത്തിൽ അവരുടെ രാമനല്ല എന്നും രാമൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹാത്മാഗാന്ധിയുടെ രാമനാണെന്നും ഞാൻ പാർലമെന്റിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് എന്നുള്ള ഒരു സാധാരണക്കാരനായ ഒരു പൊതുപ്രവർത്തകന് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരു തന്റേടവും ആർജവും കിട്ടിയത് ഉസ്താദിനെ പോലുള്ള ആൾക്കാർ ഉഴുതു മറിച്ച മതനിരപേക്ഷതയുടെ ഈ കേരള ഭൂമിയാണെന്ന് എനിക്ക് തന്റെ ഇടത്തോടുകൂടി പറയാൻ പറ്റും. ഇനിയൊരു ഇടവേള. അടിച്ചമർത്തപ്പെട്ടവർ, അധിനിവേശത്തിന്റെ ഇരകൾ, യുദ്ധക്കെടുതി, ദാരിദ്ര്യം, പട്ടിണി എന്നിവയാൽ ദുരിതം അനുഭവിക്കുന്നവർ തുടങ്ങി ലോകത്തെങ്ങുമുള്ള മനുഷ്യരെ സ്പർശിക്കുന്നതാണ് കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര മുന്നോട്ട് വെക്കുന്ന സന്ദേശമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഈ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യർക്കൊപ്പം എന്ന ഈ വലിയ സന്ദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് വളരെ വലിയ പ്രസക്തി നൽകുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ, ആ മനുഷ്യരിൽ അടിച്ചമർത്തപ്പെടുന്നവരായിട്ടുള്ള ആളുകൾ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരിൽ അധിനിവേശത്തിൻ്റെ ഇരകളായി തീരുന്നവർ, യുദ്ധക്കെടുതികളുടെ ഭാഗമായി തീരുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, പട്ടിണിയിലായി പോകുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, ഈ എല്ലാ മനുഷ്യരും ചേരുന്ന, ലോകത്തിലെ എല്ലാ വിഭാഗത്തിലും വരുന്ന ജനങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഒരു വലിയ സന്ദേശയാത്രയാണ് പ്രിയപ്പെട്ട AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. രാജ്യം വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് മാനവികതയുടെ മഹാകൂടിച്ചേരലായി കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരളയാത്ര മാറട്ടെ എന്ന് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതര മൂല്യങ്ങളും രാജ്യത്തെ വൈവിധ്യവും കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ രാജ്യം വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും ഏകോദര സഹോദരങ്ങളെപ്പോലെ അവരവരുടെ മതവിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കാനും ജീവിക്കാനും പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും നൽകുന്ന ഭരണഘടനയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ലോകത്ത് ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു രാജ്യമാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധ വേഷവിധാനമുള്ളവർ, വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, ആ സംസ്കാരത്തിൻ്റെ എല്ലാം ഒരുമ ഇന്ത്യയുടെ മതേതരത്വമാണ്. ആ മതേതരത്വം ഇന്ന് കളഞ്ഞുകുളിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ജനങ്ങളെ വേർതിരിക്കാനും വർഗീയവൽക്കരിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ. രാജ്യം വിഭജനത്തിന്റെ ഭീതിജനകമായ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വിളിക്കേണ്ട മുദ്രാവാക്യമാണ് കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശമെന്ന് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗവാസ് പറഞ്ഞു. ഈ ഒരു മഹാസമ്മേളനത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ആകർഷിക്കുന്നത്, നമ്മളെല്ലാവരും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ചേരുന്നത് തീർച്ചയായും ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ഒരു മുദ്രാവാക്യത്തെ നാം എല്ലാവരും ഒരുമിച്ച് നെഞ്ചേറ്റുന്നവരായതുകൊണ്ടാണ്. മനുഷ്യരാവുക എന്നതാണ്, മനുഷ്യനോടൊപ്പം എന്നതാണ് ഈ മഹായാത്രയുടെ മുദ്രാവാക്യം. നേരത്തെ ഇവിടെ പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ
മനുഷ്യർക്കൊപ്പം ഉണ്ടാവുക, മനുഷ്യരാവുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യമെന്ന് തിരിച്ചറിയുന്നവരാകയാലാണ് ഞങ്ങളും ഈ യാത്രയുടെ ഭാഗമായി തീരുന്നത്. കെട്ടകാലത്ത് പ്രതീക്ഷയുടെ പൊൻകിരണമാണ് കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര എന്ന് മുസ്ലിം ലീഗ് നേതാവ് ഉമർ പാണ്ടികശാല പറഞ്ഞു. വേർതിരിവുകൾ സൃഷ്ടിക്കുന്ന കാലത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കണമെന്ന സന്ദേശമാണ് ഈ യാത്രയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, പരമ്പരാഗതമായി നമ്മൾ സ്വീകരിച്ചു പോരുന്ന രീതികൾ, നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, അതെല്ലാം തന്നെ എത്രയോ നൂറ്റാണ്ടുകളിലായി ഇവിടെ നിന്ന് പോകുന്ന കാര്യമാണ്. ഞാനതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ജാതി മതം നോക്കിയോ വർണ്ണം നോക്കിയോ വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിദ്വേഷം വളർത്താൻ കേരളത്തിൽ ആരും ക്ഷമിക്കാറില്ല. പരസ്പരം കലഹങ്ങളുണ്ടാകുന്ന, സംഘർഷങ്ങൾ രൂപപ്പെടാവുന്ന രൂപത്തിലുള്ള വാക്കുകളും പരാമർശങ്ങളും ആര് തന്നെ നടത്തിയാലും അത് അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകളാണ് എല്ലാ മതസംഘടനാ നേതാക്കന്മാരും സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൽ നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ജനതയെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കാന്തപുരം ഉസ്താദിന്റെ മഹാസിദ്ധി മനുഷ്യത്വത്തിന്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് KC അബു പറഞ്ഞു. കാന്തപുരം ഉസ്താദിന് തന്നിലേക്കും തൻ്റെ പ്രസ്ഥാനത്തിലേക്കും ആളുകളെ ആകർഷിക്കുവാനുള്ള ഒരു കാന്തശക്തിയുള്ള പണ്ഡിതനാണ് എന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ സന്ദർഭത്തിൽ ധൈര്യപൂർവ്വം പറയുകയാണ്. മാനവികതയും അതുപോലെ മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ പ്രസ്ഥാനത്തെ നയിക്കുവാൻ, നാടിനെ നന്മയുടെ നേർവഴിയിലൂടെ കൊണ്ടുപോകുവാൻ അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. വിദ്വേഷവും ഭിന്നതയും കടന്നുവരുന്ന സമൂഹത്തിൽ മനുഷ്യരെ ഒന്നിപ്പിക്കാനും സമാധാനത്തിന്റെ സന്ദേശം ഉയർത്താനും കേരളയാത്രയ്ക്ക് കഴിയുമെന്ന് CSI വൈദികൻ റവറൻഡ് രാജു ചീരൻ പറഞ്ഞു. ാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. തിരുമേനിയുടെയും ഞങ്ങളുടെ മഹാ ഇടവകയുടെയും എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ഭിന്നതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു. അതിന് വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് അതിന് പങ്ക് ഉണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരെ ഒന്നിപ്പിക്കുവാനും സമാധാനത്തിൻ്റെ ശബ്ദമാകുവാനുമായിട്ടാണ് നമ്മളേവരും ശ്രമിക്കേണ്ടത്. കേരള മുസ്ലിം ജമാഅത്ത് പോലുള്ള സംഘടനകൾ സാമൂഹിക ഐക്യത്തിന് വേണ്ടിയിട്ടും നൈതിക മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും നൽകുന്ന സംഭാവനകൾ ഏറെ പ്രശംസനീയമാണ്. ഒരിടവേള കൂടി. ഇസ്ലാമിക മൂല്യങ്ങളിൽ ഉടനീളം കാണുന്ന സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം എന്ന ആഹ്വാനമെന്ന് പ്രമേയ പ്രഭാഷണം നടത്തിയ സിറാജ് അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ മുസ്തഫ പി അറയ്ക്കൽ. മനുഷ്യർ മനുഷ്യനോട് പലതിൻ്റെ പേരിലും കടുത്ത വിവേചനം നടത്തിയിരുന്ന കാലത്ത് ചേർന്നു നിൽക്കുന്ന മനുഷ്യരെ കണ്ടാണ് ഇസ്ലാമിലേക്ക് മനുഷ്യർ കടന്നു വന്നതെന്നും ചേർന്നു നിൽപ്പിന്റെ സന്ദേശം ഏറ്റവും പ്രസക്തമാകുന്ന കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം വരെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വഴി നടക്കാൻ സാധിക്കാത്തവർ, മാറുമറയ്ക്കാൻ സാധിക്കാത്തവർ, അങ്ങകലെയുള്ള വിഗ്രഹം ഇവിടെ നിന്ന് തൊഴാൻ വിധിക്കപ്പെട്ടവർ, ജാതിയിൽ താഴ്ന്നവരെന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യന്റെ കുഞ്ഞിന് പഠിക്കാൻ കഴിയാത്ത കാലത്ത് അയ്യങ്കാളി ഒരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കി. ജാതിയിൽ താഴ്ന്നവരെന്ന് മുദ്ര കുത്തപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരു കുഞ്ഞിനെ കൊണ്ടാക്കി, പഞ്ചമി എന്ന കുഞ്ഞിനെ കൊണ്ടാക്കി. അതിന്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂൾ കത്തിച്ചു കളഞ്ഞു. കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി സമരം നടന്നിട്ടുള്ളത് കൂലി വർധനവിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് പഠിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം.
ഉപ്പ് തരിൻ എന്ന് ഒരു ഷോപ്പിൽ ചെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അയാൾ ജാതിയിൽ താഴ്ന്നവനായി മുദ്ര കുത്തപ്പെട്ടവനാണ് എന്ന കാരണത്താൽ പുളിക്കുന്നത് തരിൻ എന്നേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. മനുഷ്യർക്ക് ഭാഷ നിഷേധിച്ചു, മനുഷ്യർക്ക് വഴി നിഷേധിച്ചു, മനുഷ്യർക്ക് വസ്ത്രം നിഷേധിച്ചു, മനുഷ്യർക്ക് അഭിമാനം നിഷേധിച്ചു. അക്കാലത്ത് ഇവിടേക്ക് കടന്നു വന്ന ഇസ്ലാമിക പാരമ്പര്യം, മഖ്ദൂമിയൻ പാരമ്പര്യത്തിനകത്ത് ഇവിടേക്ക് വന്ന മുത്തുനബിയുടെ സന്ദേശവുമായി ഇവിടേക്ക് വന്നവർ ഒരുമിച്ച് നിസ്കരിക്കുന്നത് കാണുന്നു, തൊട്ട് നിൽക്കുന്നത് കാണുന്നു. ഇന്ന് നമുക്ക് തൊട്ട് നിൽക്കുന്നത് എന്നൊരു വിപ്ലവമല്ല. അന്ന് പക്ഷേ മനുഷ്യരെ അകലം നിശ്ചയിച്ച് മാറ്റി നിർത്തിയിരുന്നൊരു കാലത്ത് അങ്ങനെ തൊട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ്, മനുഷ്യരാകാൻ വേണ്ടിയാണ് ആ സമൂഹം ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം ഒരിക്കലും മതപരിവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതല്ല, മതസ്വീകരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരെ ഉസ്താദ് കണക്കിലെടുക്കുന്നുവെന്ന് PTA റഹീം MLA സിറാജ് ലൈവിനോട് പറഞ്ഞു. കാശ്മീരി കുട്ടികളെ മർക്കസിൽ കൊണ്ടുവന്ന് അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകിയ ഉസ്താദിന്റെ പ്രവർത്തനം അതിന് തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഏറെ അടുത്തു നിന്ന് നോക്കിക്കണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് അങ്ങ്. ഈ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉസ്താദ് ഏറ്റെടുക്കുമ്പോൾ അതിലെങ്ങനെയാണ് കാണുന്നത്? മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഉസ്താദ് ഏറ്റെടുക്കുമ്പം മനുഷ്യർക്കൊപ്പം മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരെ ഉസ്താദ് കണക്കിലെടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ കാശ്മീരിലെ വിദ്യാർത്ഥികൾ അവരുടെ കഴിഞ്ഞ കാല ചരിത്രം ഒന്ന് ആലോചിച്ചാൽ മതി. അവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാ കാര്യത്തിലും കേരളത്തോടൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി പട്ടാളത്തിൽ ഉൾപ്പെടെ എത്തി പ്രശസ്തമായ സേവനം ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള പുറത്തുള്ള വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ വിശാലമായി കാണാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മർക്കസ് സഖാവത്ത് സുന്നിയ തന്നെ. കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രാ വേളയിൽ ഉസ്താദിന് അഭിവാദ്യം അർപ്പിക്കാൻ ഹരിയാനയിൽ നിന്ന് വിദ്യാർത്ഥികളെത്തി. മർക്കസിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹരിയാനയിലെ അധ്യാപകരാണ് മർക്കസിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയും വിദ്യാർത്ഥികളെ കാണിക്കാനായി മർക്കസിന്റെ അക്ഷരമുറ്റത്തെത്തിയത്. തങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നേടാനായത് ഉസ്താദ് തങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചതുകൊണ്ടാണെന്നും അത് തങ്ങളുടെ കുട്ടികളെ കൂടി കാണിക്കാനാണ് അവരെയുമായി വന്നതെന്നും അധ്യാപകരായ വക്കാർ അഹമ്മദും അൽതാഫ് ഹുസൈനും സിറാജ് ലൈവിനോട് പ്രതികരിച്ചു. Alhamdulillah, it's a great pleasure for all of us because we came all the way from Haryana to see the third yatra of our Shaykhuna Ustad, because it symbolizes the unity in diversity, the religious harmony, the implementation of education system all over India. So we came all the way from Haryana under Markaz Saqafatus Sunniya institution. Sukoon Edu Foundation is running in there. So we came through with our student, Alhamdulillah, and by see the exposure here, how the unity is working, how the love is spreading. It's amazing to see, and we inshallah we will spread this message, the message of unity to the northern India, and we request to the people of Kerala, you should come together to promote India as a one country, as a one the family. We have to spread the harmony in our all over the India, inshallah. Thank you. How do you evaluate Ustad's education revolution in other states of Kerala? Actually I can say myself, I'm from Jammu and Kashmir, and I have seen, I came here at Markaz Saqafatus Sunniya, I studied here, I'm an alumni of Markaz, and he is my friend Altaf. We comes together here, we studied here, and this is the result. This is the result of Ustad work, because we came from Kashmir, from a small village. We studied here, now we are working there. We are spreading the message of Markaz to them. Yourself is the example. Yeah, Alhamdulillah, I and my friend Altaf are the example, because we came by the invitation of Markaz, and we came here, we studied here, and we are the example how Ustad's efforts have worked and help us to come together in single roof. That's how, Alhamdulillah. Alhamdulillah, after 4 years I'm coming back with my students. As a student of Markaz, this is my duty to spread the love and peace in North India. With my students, I'm coming back to witness the third yatra of Ustad, and Ustad keeping a new mission to strengthen every individual in India. With that message, we come up with our student to explore Kerala and specifically to witness the third yatra of Ustad. With me, here is my student. He will have some his own desire to say to you.
Assalamu alaikum warahmatullahi wabarakatuh. My name is Atif Aman from 7th grade at Sukun English School. हम यहाँ पे हरियाणा से आए हैं या शेख साहब की तीसरी यात्रा के लिए। ये यात्रा इंसानियत को बढ़ाने के लिए और लोगों में पीस पैदा करने के लिए है और हम यहाँ पे मरकज़ में तालीम हासिल करने के लिए पढ़ते हैं। हमको बहुत खुशी है कि हम इस यात्रा में पार्टिसिपेट कर रहे हैं। अस्सलाम वालेकुम। ഓക്കെ, വീണ്ടും ചെറിയൊരു ഇടവേള. waytonikah.com, the exclusive Muslim matrimonial site. ഉത്തര കേരളത്തിലെ 3 ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി കേരളയാത്ര തിങ്കളാഴ്ച വയനാട്ടിലെത്തും. രാവിലെ 9 മണിക്ക് ജില്ലാ അതിർത്തിയായ ലക്കിടിയിൽ യാത്രാ നായകരെ സ്വീകരിക്കും. 5 മണിക്ക് കൽപ്പറ്റയിലാണ് സ്വീകരണ സമ്മേളനം. പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പേരിലാണ് നഗരി ഒരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സാഹിത്യ നഗരിയെ പുളകം കൊള്ളിച്ച് കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര. 4ാം ദിനം ജന്മനാടിന്റെ സ്നേഹവായ്പ ഏറ്റുവാങ്ങിയ ഉസ്താദ്. കോഴിക്കോട്ട് പലയിടത്തും ആവേശോജ്വല വരവേൽപ്പ്. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള അമേരിക്കയുടെ കയ്യേറ്റങ്ങളെ ലോകം കയ്യും കെട്ടി നോക്കി നിൽക്കരുതെന്ന് കാന്തപുരം ഉസ്താദ്. ഇന്ത്യ ഇതിനെതിരായി ശബ്ദിക്കണമെന്നും ഉസ്താദ്. കോഴിക്കോടിന്റെ വികസനത്തിനായി നിർണായക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കേരള മുസ്ലിം ജമാഅത്ത്. കിനാലൂരിൽ എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നയം കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും വേണ്ടി ശബ്ദിക്കാൻ കരുത്തു നൽകുന്നത് ഉസ്താദിനെ പോലുള്ളവർ ഉഴുതുമറിച്ചിട്ട കേരളീയ പാരമ്പര്യമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കാന്തപുരത്തിന്റെ കേരളയാത്ര വിസ്മയിപ്പിക്കുന്നുവെന്നും MP. കേരളയാത്ര 5ാം നാൾ വയനാട്ടിലേക്ക്, സ്വീകരണ സമ്മേളനം കൽപ്പറ്റയിൽ. അപ്പോൾ ഈ വാർത്താ ബുള്ളറ്റിൻ, ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സിറാജ് ലൈവിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ ഈ കേരളയാത്ര നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ആസ്വദിക്കാനാവും. കാരണം എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേഷനുകളും ഞങ്ങൾ കൃത്യമായിട്ട് അതിലൂടെ നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അങ്ങനെ വലിയ സന്നാഹങ്ങളോട് കൂടിയാണ്. നമ്മുടെ വാഹനമാണ് ഞങ്ങളൊരു പ്രത്യേകമായ വാഹനത്തിൽ തന്നെ ഈ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. അങ്ങ് തിരുവനന്തപുരത്ത് യാത്ര അവസാനിക്കുന്നത് വരെ സിറാജ് സദാ ജാഗരൂകമായി കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ അടിയുറച്ചുണ്ടാകും. അപ്പോൾ നമുക്ക് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ്. നന്മഴകായി വെൺമുകിലായി കേരളയാത്ര ഇതാ.